എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായി? ഒരേ കാലഘട്ടത്തിൽ സ്വതന്ത്രമായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തുകൊണ്ട് ഇത്രയധികം സാമ്പത്തിക അന്തരമുണ്ടായി? ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ആദ്യ 5-ൽ ഉൾപ്പെടുന്നു. പാകിസ്ഥാനാകട്ടെ ഇന്ത്യയേക്കാൾ 8 മടങ്ങ് പിന്നിലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം വ്യത്യാസം? ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം സൃഷ്ടിച്ച ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ കൊളോണിയൽ ഭരണത്തിന്റെ ബാക്കി പത്രമായി ബാധ്യതകളും സമ്പത്തും ഇരു രാജ്യങ്ങൾക്കും വീതിച്ചു നൽകി. വിദ്യാഭ്യാസവും ആരോഗ്യവും അടക്കം അടിസ്ഥാന മേഖലകളിലെല്ലാം ഇരു രാജ്യങ്ങൾക്കും വികസനം അനിവാര്യമായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളാലാകും വിധം സാമ്പത്തികമായും സാമൂഹികമായും വളർച്ചയുണ്ടാക്കാൻ ശ്രമിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ 4 പതിറ്റാണ്ട് പാകിസ്ഥാന്റെ സമ്പദ്ഘടന ഇന്ത്യയേക്കാൾ വേഗത്തിൽ വളർന്നു. ആദ്യ പതിറ്റാണ്ടുകളിൽ ഇന്ത്യക്കും പാകിസ്ഥാനും 3 മുതൽ 4% വരെയും സാമ്പത്തിക വളർച്ചയുണ്ടായി. എന്നാൽ 1960-കളിൽ രണ്ടു രാജ്യങ്ങളുടെയും സമ്പദ്ഘടന തമ്മിൽ കാര്യമായ വ്യത്യാസം പ്രകടമാക്കാൻ തുടങ്ങി. 1950-കളിലും 60-കളിലും ഖനവ്യവസായങ്ങളിലും ഇറക്കുമതി ബദലിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിന്റെ ഫലം സമ്മിശ്രമായിരുന്നു. ഈ കാലഘട്ടത്തിൽ വ്യവസായവൽക്കരണത്തിന് അടിത്തറ പാകിയെങ്കിലും വളർച്ച മന്ദഗതിയിലായി. 1960-ലെ ഹരിത വിപ്ലവം കാർഷിക ഉത്പാദനം വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ കാലത്ത് ഇന്ത്യയുടെ ആകെയുള്ള സാമ്പത്തിക പ്രകടനം മങ്ങിയതായിരുന്നു. ഈ കാലത്ത് കിഴക്കൻ പാകിസ്ഥാൻ വ്യാപാരത്തിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. US-ൽ നിന്ന് ലഭിച്ച ശതകോടികളുടെ സൈനിക സഹായവും എണ്ണ സമൃദ്ധമായ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംഭാവനകളും ഈ കാലഘട്ടത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തി. 1961 മുതൽ 6%-നടുത്തായിരുന്നു പാകിസ്ഥാന്റെ വാർഷിക വളർച്ച. 1970-ൽ പാകിസ്ഥാന്റെ GDP 11.35%. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു അത്. 1980-ൽ അത് 10%. എന്നാൽ 1971-ൽ കിഴക്കൻ പാകിസ്ഥാൻ വേർപിരിഞ്ഞ് ബംഗ്ലാദേശ് രൂപപ്പെട്ടതോടെ പാകിസ്ഥാന്റെ വളർച്ച മന്ദഗതിയിലായി. പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭുട്ടോ വൻകിട വ്യവസായങ്ങൾ ദേശസാൽക്കരിച്ചതോടെ പാകിസ്ഥാനിലെ വ്യവസായങ്ങൾ അഴിമതിയിൽ മുങ്ങുകയും ഇതുമൂലം സാമ്പത്തിക വളർച്ച കുറയുകയും ചെയ്തു. 1990 എത്തിയതോടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 5% ഉയർന്നു. പാകിസ്ഥാന്റേതാകട്ടെ അത് 4.46%. ഇങ്ങനെ ഒരു മാറ്റത്തിന് സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങളുണ്ടായിരുന്നു. 1991-ൽ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വഴി തുറന്നു. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വേഗത വർദ്ധിപ്പിച്ചു. ഇന്ത്യ താരിഫ് കുറച്ച് വ്യാപാരം ഉദാരവൽക്കരിച്ചു. രാജ്യത്തിനുള്ളിലുള്ള കമ്പനികൾക്ക് വളരുവാനുള്ള അവസരമുണ്ടാക്കി. വിദേശ നിക്ഷേപങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ ഇന്ത്യ സാമ്പത്തിക സമീപനത്തിൽ മാറ്റം വരുത്തി. ആ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു. ഇന്ത്യൻ എക്കോണമിയിൽ വളർച്ചയുണ്ടായി. 2000, 2009, 2019 വർഷങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പാകിസ്ഥാന്റേതിൽ നിന്ന് വളരെയധികം മുമ്പിലെത്തി. 93-ൽ പാകിസ്ഥാന്റെ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ അഥവാ വാങ്ങൽ ശേഷിയുടെ ആളോഹരി വരുമാനം ഇന്ത്യയേക്കാൾ 50% കൂടുതലായിരുന്നു. 2007 എത്തിയപ്പോൾ അത് തുല്യമായി. 2023-ൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഇരട്ടിയിലധികം വാങ്ങൽ ശേഷിയിലെത്തി. 1992-ൽ ഇന്ത്യയുടെ കയറ്റുമതി പാകിസ്ഥാന്റെ 3 ഇരട്ടിയായിരുന്നുവെങ്കിൽ 2003-ൽ അത് 6.6 ഇരട്ടിയും 2023-ൽ 22 ഇരട്ടിയുമായി. വാങ്ങൽ ശേഷിയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ 3-ാമതാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ സ്ഥാനം. 26-ാമതാണ് പാകിസ്ഥാന്റെ സ്ഥാനം. പാകിസ്ഥാന്റെ സൈനിക ചെലവ് എല്ലാ കാലത്തും ഉയർന്ന അവസ്ഥയിലായിരുന്നു. മാറി മാറി വരുന്ന സർക്കാരുകളുടെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും വിദ്യാഭ്യാസം പിന്തള്ളപ്പെട്ടതോടെ പാകിസ്ഥാനിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞു വന്നു. ഇന്ന് ലോകത്ത് പാകിസ്ഥാനേക്കാൾ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ 43 രാജ്യങ്ങളുണ്ട്. എന്നാൽ അതിൽ 24 രാജ്യങ്ങൾ പാകിസ്ഥാൻ നൽകുന്നതിനേക്കാൾ കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്നു. പാകിസ്ഥാനിൽ കുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസത്തിനായി നീക്കിവെച്ചിരിക്കുന്നതിനേക്കാൾ 7 ഇരട്ടി തുകയാണ് സൈന്യത്തിനായി നീക്കിവെച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകാൻ സൈന്യത്തിന്റെ ബജറ്റിന്റെ 5-1 മതിയാകുമെന്ന് ചില കണക്കുകൾ പറയുന്നു. 1988 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 4 സർക്കാരുകളും 3 കാവൽ സർക്കാരുകളും പാകിസ്ഥാനിൽ മാറി മാറി വന്നു. അസ്ഥിരമായ ഭരണം ആ രാജ്യത്തിന്റെ വളർച്ചയെ കൂടുതൽ ദുർബലപ്പെടുത്തി. ജനസംഖ്യാ വർധനവും വർദ്ധിച്ചു വരുന്ന പൊതുകടവും പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കി. ഇക്കാലത്ത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം സുസ്ഥിരമായി. ഇത് ഇന്ത്യയുടെ സ്ഥിരമായ വളർച്ചയ്ക്ക് സഹായിച്ചു. ഒരു ദശാബ്ദത്തിനിടയിൽ ഇന്ത്യ 27 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിച്ചു. പാകിസ്ഥാൻ ഇന്നും അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളെ ആശ്രയിക്കുന്നു. എന്നാൽ ഇന്ത്യ വളർച്ചയുടെ പാതയിലാണ്.